ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട് ലൈക്കിന്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശ്രുതിനെയാണ്. അപ്പം ശ്രുതി ലാപ്ടോപ്പിൽ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വെജിറ്റബിൾ സൂപ്പ് ഒക്കെ ആയിട്ട് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് ശ്രുതി പറഞ്ഞു, അതെ എപ്പോഴും ഈ ജോലി എന്ന് പറഞ്ഞ് നടക്കരുത്, ശരീരമൊക്കെ നോക്കണ്ടേ. അമ്മ അടിപൊളി വെജിറ്റബിൾസ് ജ്യൂസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഇത് കുടിച്ചു നോക്കിയെന്ന് പറഞ്ഞപ്പം ശ്രുതി ഒരു കാര്യം ചെയ്യുക, അതവിടെ വെക്കുക, ഞാൻ ഇതൊന്ന് നോക്കട്ടെ. താൻ എന്താ ഈ നോക്കുന്നത്? അത് പിന്നെ കടയിലെ കുറച്ച് കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കുമായിരുന്നു. കണക്കും കാര്യങ്ങളൊക്കെ പിന്നെ നോക്കാം, ആദ്യം ഒരു കാര്യം ചെയ്യുക, ആദ്യം ഈ വെജിറ്റബിൾസ് ജ്യൂസ് കുടിച്ച് നോക്ക് എന്ന് പറഞ്ഞു. ഹേയ്, കാശ് കൺട്രോൾ ചെയ്തേ പറ്റൂ, അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നീ എന്തിനാ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? പിന്നെ നമ്മുടെ പലിശയുടെ കാര്യമൊക്കെ അതൊക്കെ അമ്മ കൊടുത്തോളും, അമ്മ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്തോളും. ഇപ്പം നിന്റെ ശ്രദ്ധ ബിസിനസ് എങ്ങനെ വിജയിപ്പിക്കണം. നമുക്ക് കേരളത്തിൽ ഒരു 10 ബ്രാഞ്ചെങ്കിലും തുടങ്ങണം. അതിനിടയില ഒരു മുതലും പലിശയും, അതൊക്കെ നീ അങ്ങ് വിട്ടേര്, അതൊക്കെ അമ്മ നോക്കിക്കോളൂലേ. നീ സൂപ്പ് കുടിക്ക്, അല്ലെങ്കിൽ ഈ സൂപ്പ് തണുത്തു പോവില്ലേ. ശരി സുധി എന്നും പറഞ്ഞ് ആ സൂപ്പ് എടുത്ത് കുടിക്കണം. എല്ലാം നമ്മുടെ ചന്ദ്രയുടെ തലയെ കൊണ്ടാണ് കേട്ടോ നമ്മുടെ ശ്രുതി വെക്കാൻ നോക്കുന്നത്. അങ്ങനെ വെജിറ്റബിൾ ജ്യൂസ് കുടിച്ചപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, ഇത് ആന്റി ഉണ്ടാക്കിയതാണല്ലേ? ആ അതെ. എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. രേവതി ഉണ്ടാക്കുന്ന സൂപ്പിനെ ഇതിനേക്കാളും നല്ല ടേസ്റ്റാ. അപ്പൊ ഇത് നിനക്ക് ഇഷ്ടമായില്ലേ? ഇഷ്ടമായില്ലെന്നല്ല ഞാൻ പറഞ്ഞത്, രേവതിയുടെ കുക്കിംഗ് ഇതിനേക്കാൾ നല്ലതാണെന്നാ പറഞ്ഞത്, ഇതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടെന്നാ പറഞ്ഞത്. അവളുടെ ചിലപ്പോഴുള്ള നോട്ടവും സംസാരമൊന്നും എനിക്ക് പിടിക്കാറില്ല എന്ന് കരുതി അവളുടെ കുക്കിംഗ് സൂപ്പറാണെന്ന് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. അതിലൊന്നും വലിയ കാര്യമില്ല, നീ അവളെ ഇങ്ങനെ പുകഴ്ത്തൊന്നും വേണ്ട. അല്ല ശ്രുതി, പറയേണ്ടത് പറയണ്ടേ. കുക്കിന്റെ കാര്യമൊക്കെ വിട്. മറ്റേത് കാര്യത്തിലും അവള് നിന്റെ അയലത്ത് പോലും വരില്ല. നീ മാസല്ലേ? മാസോ? മാസം എന്ന് പറഞ്ഞാല് മാസം എന്ന് പറഞ്ഞാൽ മാസം. നീ എല്ലാത്തിലും മാസം തന്നെയാ. മേക്കപ്പ്, ഒഴിച്ചില്, പിഴിച്ചില്, ഡാൻസ്, യോഗ, നിനക്കറിയാൻ പാടില്ലാത്ത വേറെ എന്തുണ്ട്? അത് നീ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്റെ ഭാര്യ എല്ലാത്തിലും സകല കല വല്ലവിയല്ലേ. ഓ എന്നെ പൊക്കണ്ടാട്ടോ. പിന്നെ രേവതി നന്നായിട്ട് പാചകം ചെയ്യുന്നുണ്ട്, അത് അംഗീകരിച്ചേ പറ്റൂ, അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അവളുടെ മുമ്പിൽ വെച്ച് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അവള് പൊങ്ങിപ്പോവും. അവളുമായിട്ട് എപ്പോഴും ഒരു അകലം കീപ്പ് ചെയ്യണം, അതാ നല്ലത്. സൂപ്പ് കുടിക്ക്. ഇത് ഭയങ്കര സ്പൈസിയാ, ഇതിന് ഭയങ്കര എരിവും എന്തോ എനിക്ക് ഇഷ്ടം തോന്നുന്നില്ല. നീ അതിങ്ങ് തന്നെ, ഞാനൊന്ന് കുടിച്ചു നോക്കട്ടെ. അപ്പോഴത്തേക്കും അത് കുടിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ഇത് നല്ല സ്വീറ്റ്സ് ആണല്ലോ, ഇത് സ്പൈസിയാന്ന് ആരാ പറഞ്ഞത്? സ്വീറ്റ്സോ? എന്റെ പൊന്ന് ശ്രുതി, ഒന്ന് പോകുന്നുണ്ടോ? അതെ, നീ കഴിച്ചതിന്റെ ബാക്കി കഴിച്ചോണ്ടായിരിക്കാം ഈ മധുരം തോന്നുന്നത് എന്ന് പറഞ്ഞു. ഏതായാലും ചെറിയ റൊമാൻസ് ഒക്കെ അവിടെ ഇട്ട് കൊടുത്തു കേട്ടോ നമ്മുടെ ശ്രുതി. അങ്ങനെ ശ്രുതി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ചിരിയോട് കൂടി ഇരിക്കുകയാണ്. ഏതായാലും അവർ രണ്ടുപേരും കൂടെ ചെറിയ റൊമാൻസും അങ്ങനെ സൂപ്പൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്കാണ് നമ്മുടെ രേവതിനെയും കൊണ്ട് സച്ചി വന്നത്. അങ്ങനെ ചന്ദ്ര പേടിച്ചു വിറച്ച് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി കയറി വന്നിട്ട് ഇവര് വരുന്നത് കണ്ട ഉടനെ പെരക്കകത്ത് കയറി പോകാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്ന് നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അതെ ഇവളോട് നിങ്ങൾ എന്താ പറഞ്ഞത്? എന്താ നിങ്ങൾ പറഞ്ഞതെന്നാ ചോദിച്ചത്. ഞാൻ എന്തു പറയാനാ? ഇവളോട് എനിക്കെന്താ? ഞാൻ ഇവളോടൊന്നും പറഞ്ഞില്ല. ഇല്ല, അമ്മ എന്തോ ഇവളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ. സത്യം പറഞ്ഞോണം. അപ്പൊ നമ്മുടെ ശ്രുതിയും കൂടെ വന്നു. എന്നിട്ട് ശ്രുതി ചോദിച്ചു, ഇതെന്താ ഇവൻ ദേഷ്യപ്പെടുന്നത്? ഇവന് ദേഷ്യപ്പെടാൻ പ്രത്യേകിച്ച് വല്ല കാരണോ വല്ലോ വേണോടാ? ഇവൻ എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മുടെ സച്ചി പറഞ്ഞു, എടാ ശ്രുതി, മാറി നീ പൊക്കോണം, നീ മിണ്ടാതിരുന്നോണം. നിന്നോട് ഞാൻ സംസാരിച്ചോ? ഇല്ലല്ലോ. ഞാനിപ്പോ സംസാരിക്കുന്നത് ഈ നിൽക്കുന്ന സ്ത്രീയോടാണ്. നിങ്ങൾ എന്താണ് ഇവളെ കാണിച്ചത്? നിങ്ങൾ എന്താണ് ഇവളോട് പറഞ്ഞത്? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ശ്രുതി പറഞ്ഞു, അല്ല രേവതി ആകെ ഡള്ളായിട്ടിരിക്കുകയാണല്ലോ, എന്താ പറ്റിയത്? അമ്മ എന്താ രേവതിക്ക് പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, മോൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? അവൾ എന്തെങ്കിലും കാണിക്കട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചു, അതിന് ആൻസർ തരാനാണ് പറഞ്ഞത്. എന്താ പറ്റിയത്? എന്താ രേവതിക്ക് പറ്റിയെന്ന് ഞാൻ പറയാം സച്ചി, നീ മിണ്ടാതിരുന്നോ. അവളുടെ വാക്ക് കേട്ടിട്ട്
ഓരോ കാര്യം പറഞ്ഞ് എന്റെ മെക്കിട്ട് കയറ വരരുത് കേട്ടോ. ദേ എന്താടി നീ നിന്റെ ഭർത്താവിനെ തള്ളി വിട്ടിരിക്കുന്നത്? നീ എന്ത് കള്ളക്കഥയാടി ഇവനോട് പറഞ്ഞിരിക്കുന്നത്? നീ എന്നെ അടിക്കാൻ വേണ്ടിയാണോ ദേ ഇവനെ പറഞ്ഞു വിട്ടിരിക്കുന്നത്? അമ്മേ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അമ്മേ, ഒരിക്കലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അവളോട് കൂടുതൽ കാര്യമൊന്നും നിങ്ങൾ ചോദിക്കണ്ട. നിങ്ങളോട് ചോദിച്ചതിന് ആൻസർ തന്നാ മതി. ഇവളുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ട്. ഇവളെ കരയിപ്പിക്കുന്നതാണല്ലോ അല്ലെങ്കിൽ പണ്ട് മുതലേ നിങ്ങളുടെ സന്തോഷം. അതും കൊണ്ട് ഞാൻ ചോദിക്കുക, അതും കൊണ്ട് നിങ്ങൾ പറഞ്ഞേ പറ്റൂ. എന്താ ഇവളോട് പറഞ്ഞത്? എന്താ ഇവളോട് ചെയ്തത്? ദേ ഊഹം വെച്ചൊന്നും പറയരുതേ. ഞാൻ ഇവളോടൊന്നും പറഞ്ഞിട്ടുമില്ല, ഞാൻ ഇവളെ ഒന്നും ചെയ്തിട്ടില്ല. മനുഷ്യന്മാരാരെങ്കിലും സംസാരിക്കും ഇവളോട്? അതിന് നിങ്ങൾ മനുഷ്യ സ്ത്രീ അല്ലല്ലോ, നിങ്ങൾ മനുഷ്യ സ്ത്രീയുടെ കൂട്ടത്തിൽപ്പെട്ടതല്ലോ. മനുഷ്യരാരെങ്കിലും നിങ്ങളോട് സംസാരിക്കുവോ? അപ്പൊ നമ്മുടെ സുധി അവിടെ നിൽക്കുക. സുധി അവിടെ നിൽക്കുന്നുണ്ടപ്പോഴത്തേക്കും അല്ല നീ എന്തെങ്കിലും പറഞ്ഞോ ഇവളെ? ഇനിയിപ്പോ എന്റെ മെക്കിട്ട് കയറ് സച്ചി, ഞാനൊന്നും ഇവളെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ദേ ഇവളെ ഞങ്ങൾക്ക് ആർക്കും ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, ഞങ്ങള് ഇവളെ കൊഞ്ചിക്കാം. അല്ല നീ ഇവളെ കൊഞ്ചിക്കുകയാണല്ലോ, നീ ഇവളെ എപ്പോഴും എടുത്ത് കൊഞ്ചിച്ചോണ്ട് നടക്കുവാണല്ലോ. ഞങ്ങള് പറയുന്നതിനേക്കാൾ കൂടുതൽ നീ അല്ലേടാ ഇവളെ പറയുന്നത്. നീ അല്ലേ ഇവിടെ വഴക്ക് പറയുന്നത്. 2-3 ദിവസം മുമ്പ് നീ ഇവളോട് എന്താ പറഞ്ഞത്? വീട്ടിൽ പോയി നിൽക്കാൻ പറഞ്ഞില്ലേ? ഇവളുടെ തലമണ്ട അടിച്ച് പൊട്ടിക്കാൻ നോക്കിയില്ലേ? നീ എന്തൊക്കെ പറഞ്ഞു ഇവളെ? നീ എന്തൊക്കെ ചെയ്തു ഇവളെ? എന്നിട്ട് എല്ലാ കുറ്റവും ഞങ്ങളുടെ തലയില്. ഇപ്പൊ നീ ഭയങ്കര മാന്യനും. ദേ ഞങ്ങളെല്ലാം ഇവള് മനസ്സ് വിഷമിപ്പിക്കുന്നു. ദേ നീ കണ്ണിന്റെ കൃഷ്ണമണി പോലെ ഇവളെ സംരക്ഷിക്കുന്നവന്. അതെങ്ങനെയാ ശരിയാവുന്നത്? എന്തായാലും നീ കരയിപ്പിച്ചത്ര ഞാൻ ഇവളെ കരയിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ ആരും ഇവളെ കരയിപ്പിച്ചിട്ടില്ല. നീയല്ലേ ഏതു നേരം ഇവളെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി പറഞ്ഞു, ഞാൻ ഇവളെ എന്തും പറയും, ഇവള് എന്നെയും പറയും. അത് ഞങ്ങൾക്കിടയിലെ വിഷയാ, അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഞാനല്ലാതെ വേറെ ആരെങ്കിലും ഇവളെ എന്തെങ്കിലും പറഞ്ഞാലോ ചെയ്താലോ ഞാനത് ചോദിച്ചിരിക്കും, അതിന് ഞാൻ പ്രതികരിച്ചിരിക്കും. അത്രയ്ക്കായോ? ഇവളുടെ മനസ്സ് വിഷമിപ്പിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഞാനത് ചോദിക്കും. ഇവിടെ ആരും ഇവളുടെ മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. ഇവളെ എന്റെ ഭാര്യ, ഇവളെ എന്തും എനിക്ക് ചെയ്യാം. ഞാൻ പിന്നെ ക്ഷേത്രത്തിൽ വെച്ച് വേണ്ട വിധം നിങ്ങളോട് പറഞ്ഞതാ, ദേ ഇവളെ അപമാനിക്കരുത് എന്നും വിഷമിപ്പിക്കരുത് എന്നും ഒക്കെ. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങള് ഒരു പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വന്നാല് കരയിപ്പിച്ചാല് എന്റെ സ്വഭാവം ഇതല്ല. ഇതിനപ്പുറം ഒരു സച്ചി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. നീ ഒന്ന് പോടാ, നീ എന്ത് ചെയ്യുന്ന ഈ പറയുന്നത്? ഞങ്ങൾക്ക് ഇവളെ ഏത് നേരം കരയിപ്പിക്കലല്ലേ ജോലി. ഞങ്ങൾക്ക് ഇവളെ കരയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവള് തന്നെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന അത് ഇവളുടെ എണ്ണത്തിന്റെ കുഴപ്പമായിരിക്കും, അല്ലാതെ ഞങ്ങളുടെ ആരുടെയും കുഴപ്പമല്ല. ആദ്യം നീ നിന്റെ ഭാര്യയോടെ നന്നായിട്ട് ജീവിക്കാൻ പറ, നല്ലതുപോലെ. അവൾക്ക് രാശി വേണോടാ, രാശി. ദേ മോളെ ശ്രുതി, നമുക്ക് പുറത്തു പോണ്ടേ? നമുക്ക് ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിന്നാ മതിയോ? നീ അല്ലേ പറഞ്ഞത് പുറത്തു പോണെന്ന്? നമുക്ക് പുറത്തു പോയിട്ട് വരാം. നൈസായിട്ട് ഊരിപ്പോവല്ലേ? സമ്മതിച്ചിരിക്കുന്നു നിങ്ങളെ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി ഇതിനെക്കുറിച്ച് ഇവിടെ എന്തെങ്കിലും ഞാൻ അറിഞ്ഞാല്, നിങ്ങൾ എന്തെങ്കിലും ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാല്, അതിന് ഞാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞില്ലേ സച്ചി? ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ? അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, വേണ്ട വാ നമുക്ക് റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞ് സച്ചിനെ കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഒന്ന് ചെറുതായിട്ട് സ്ലിപ്പ് ആവുന്നുണ്ട്. അപ്പൊ സച്ചി കയറി ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ രേവതിനെ വീഴാതെ. ഏതായാലും ആ ഒരു പിടുത്തമൊക്കെ നമ്മുടെ രേവതിക്ക് വലിയ ഇഷ്ടമാവുന്നുണ്ട്. അതുപോലെ തന്നെ സന്തോഷം തോന്നുന്നുണ്ട്. തനിക്ക് വേണ്ടി സംസാരിക്കാനും തനിക്ക് വേണ്ടി മുന്നിൽ നിൽക്കാനും തന്റെ ഭർത്താവ് ഉണ്ടെന്ന് എന്ന ആ ഒരു ചിന്തയുണ്ടല്ലോ, ആ ഒരു ചിന്ത നമ്മുടെ രേവതിക്ക് വലിയ സന്തോഷം ഉണ്ടാക്കാം. അപ്പൊ ഇവരങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ആണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുക. കാര്യം വേറൊന്നുമല്ല, ചന്ദ്രമതി പറഞ്ഞത് എന്താണെന്ന് ചന്ദ്രമതിക്കും അറിയാം, അതുപോലെ രേവതിക്കും അറിയാം. പക്ഷെ നമ്മുടെ ചന്ദ്രമതി അത് ഒരിക്കലും പറയില്ല കേട്ടോ. ഞാനാണിത് പറഞ്ഞതെന്ന് പറയില്ല. രേവതി ആണെങ്കിൽ അത് സച്ചിയോട് തുറന്നു പറയാനും തയ്യാറായില്ല. അങ്ങനെ ഇവര് നേരെ റൂമിനകത്തേക്ക് കയറി പോകുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി റൂമൊക്കെ ചെന്ന് ലോക്ക് ചെയ്തു. എന്നിട്ട് രേവതിയോട് പറഞ്ഞു, രേവതി ഇനിയെങ്കിലും നീ പറ, എന്താ നടന്നത്? എന്താ സംഭവിച്ചത് അവിടെ? അമ്മ നിന്നോട് എന്താ പറഞ്ഞത്? നീ എന്തിനാ ഇതൊക്കെ പറയാതിരിക്കുന്നത്? എന്തെങ്കിലും ഒന്ന് നീ പറയുന്നുണ്ടോ? അത് പിന്നെ ഒന്നും നടന്നിട്ടില്ല. നിങ്ങൾക്ക് ജോലിക്ക് പോണ്ടേ? നിങ്ങള് ജോലിക്ക് പൊക്കോ, വെറുതെ ഇവിടെ നിന്ന് സമയം കളയണ്ട. അല്ല രേവതി, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, നീ എന്തിനാ ഈ ഭയക്കുന്നത്? സത്യം പറയ്, അവിടെ നടന്ന കാര്യം എന്താണെന്ന് വെച്ചാ പറ. എനിക്ക് ഒരു ഭയവുമില്ല, ഇവിടെ ഒന്നും നടന്നിട്ടുമില്ല, അവരൊന്നും പറഞ്ഞിട്ടുമില്ല. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ എന്നോടൊന്ന് ചോദിക്കണ്ട. എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സ് ശരിയല്ല. എനിക്ക് മനസ്സിന് എന്തോ പോലെ. എനിക്ക് ഒന്ന് കിടക്കണം,
പിന്നെ എനിക്ക് വയ്യാഞ്ഞിട്ടാണ് ഞാൻ ക്ഷേത്രത്തിൽ പോയത്. എന്തോ ഭഗവാനെ കാണണമെന്ന് തോന്നി, സങ്കടങ്ങളൊക്കെ പറയണമെന്ന് തോന്നി, അത്ര മാത്രമേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. ദേ നീ നിൽക്ക്, കള്ളമൊന്നും പറയണ്ട. അമ്മ നിന്നെ എന്തോ പറഞ്ഞിട്ടുണ്ട്, അതെന്താണെന്ന് ഞാൻ ചോദിച്ചത്. അത് നിനക്ക് പറയാൻ പറ്റില്ല എന്നോട്. അത് നീ വാ തുറന്നൊന്ന് പറ രേവതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചിക്ക് ഒരു കോള് വന്നു കേട്ടോ. ആ കോള് വന്ന ഉടനെ തന്നെ നമ്മുടെ സച്ചി അവിടുന്ന് പോവുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒരു ഓട്ടം വിളിച്ചതായിരുന്നു. അപ്പൊ നമ്മുടെ സച്ചി അവിടുന്ന് നേരെ ഓട്ടത്തിന് പോയി. പോകാൻ നേരത്തും സച്ചി ഒന്നുകൂടെ ചോദിച്ചു. അപ്പൊ നീ പറയില്ലല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഒന്നും മിണ്ടുന്നില്ല. അപ്പം സച്ചി വാതിൽ തുറന്നിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയി. പിന്നെ രേവതി അവിടെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ തന്നെയാണ് കേട്ടോ, ഭയങ്കര കരച്ചിലാണ്. രേവതി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വലിയ വിഷയം നടക്കുന്നറിയാം. അതുകൊണ്ടാണ് രേവതി ആ കാര്യം പറയാത്തത്. ഇതേ സമയം കാണിക്കുന്ന നമ്മുടെ ശ്രുതിനെയാണ്. അവര് പുറത്തു പോകാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര കയറി വന്നു. ചന്ദ്ര കയറി വന്നപ്പോഴത്തേക്കും അല്ല അമ്മ എവിടെ പോവാന്നാ പറഞ്ഞത്? അത് പിന്നെ ഞങ്ങള് പലിശ പൈസ കൊടുക്കാൻ വേണ്ടി പോവാ, ഞാനും ശ്രുതിയും കൂടെ പോയിട്ട് വരാം. അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു എന്നാ പിന്നെ ഞാനും കൂടെ വരട്ടെ. ഹേയ് വേണ്ട, ഇന്ന് ഓഫീസുള്ളതല്ലേ, ലീവ് എടുക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് വരണ്ട എന്ന് പറഞ്ഞപ്പോ അല്ല വേണമെങ്കിൽ ഇന്ന് ലീവ് എടുത്തിട്ട് വരാന്നേ. ഓ അതിന്റെ കാര്യമില്ല, പുതിയൊരു ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് പെട്ടെന്ന് ലീവൊക്കെ എടുക്കുന്നത് ശരിയല്ല ശ്രുതി, ഞങ്ങൾ പോവുക എന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും കൂടെ അങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ ശ്രുതിയും അങ്ങ് പോവുകയാണ്. പിന്നെ രേവതി മാത്രമേ ഉള്ളൂ. അപ്പം ശ്രുതിയും നമ്മുടെ ചന്ദ്രയും കൂടെ ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ നിന്ന് വണ്ടിയൊക്കെ തുടച്ചുകൊണ്ടാണ് സച്ചി നിൽക്കുന്നത്. അപ്പം വണ്ടിയൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അതെ ഇവന്റെ ഈ ലോക്കൽ കാറൊന്നും വിളിക്കണ്ട, നമുക്ക് വേറെ അടിപൊളി കാർ വിളിച്ചിട്ട് പോയാൽ മതി. ഇവന്റെ ഈ ലോക്കൽ കാർ ആർക്ക് വേണം? മോള് വേറെ കാറ് വിളിച്ചിട്ടുണ്ട്. ആ വേറെ കാർ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ആന്റി, ആ വണ്ടി ഇപ്പം വരും. അത് തന്നെയാ നല്ലത്. ഈ ദരിദ്രവാസി കൂട്ടങ്ങളുടെ കാറിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ദേ കോണം പിടിക്കത്തില്ലെന്നേ, കോണം അവൻ അതുകൊണ്ടല്ലേ ഈ കോണം പിടിക്കാതെ കിടക്കുന്നത് എന്നൊക്കെ പറയുന്നു. അങ്ങനെ നമ്മുടെ സച്ചി ചന്ദ്രനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ പറയുന്നത് നമ്മുടെ സച്ചി കേൾക്കുന്നില്ല. പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ നല്ലത് പറഞ്ഞേന്റെ. രഹസ്യമായിട്ട് ആ ചന്ദ്രയും ശ്രുതിയും പറയുന്നത് പരസ്യമൊക്കെ പറയത്തില്ലല്ലോ. സച്ചിയുടെ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലത് കേൾക്കുന്നറിയാം. അങ്ങനെ ഏതായാലും ഇവര് നേരെ കയറി പോവുകയാണ്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തി നമ്മുടെ ശ്രുതിയും ചന്ദ്രയും കൂടെ. അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ മേടിച്ചോണ്ടാണ് തിരിച്ചു കയറി വരുന്നത്. അതിനിടയിൽ ചന്ദ്ര പറയുന്നുണ്ട് ഇനിയിപ്പോ എങ്ങനെയെങ്കിലും പലിശ ഒന്ന് കൊടുത്ത് തീർക്കണം. പലിശ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാസം ഇത്രയും കൊടുക്കുമ്പോൾ എത്ര രൂപയാണ് പോകുന്നത്? ആന്റി അതിനെക്കുറിച്ചൊന്നും ഓർക്കാതെ, ആന്റി ഇപ്പം ചുമ്മാ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ടെൻഷൻ അടിപ്പിക്കാതെ. എനിക്കറിയാം ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന്. മോളല്ലേ എന്റെ കൂടെ ഉള്ളത്, ഒരു പണക്കാരനായ അച്ഛന്റെ മോള്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അത് കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചില്ലേ, ഞാൻ പറഞ്ഞതല്ലേ ആന്റി, നമ്മൾ എന്തെങ്കിലും ഷോപ്പിങ്ങിന് പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലെ വിഷമങ്ങളൊക്കെ മാറും. നമ്മള് ആ ഒരു പലിശക്കാരൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കല്ലായിരുന്നോ? അപ്പൊ ഷോപ്പിംഗ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനൊരു റിലാക്സ് കിട്ടിയില്ല നമുക്ക്. പിന്നെ ഭയങ്കര റിലാക്സ്. എനിക്കിവിടെ ടെൻഷൻ അടിച്ച് പണ്ടാരം അടങ്ങിയിരിക്കാന്ന് ചന്ദ്ര മനസ്സിൽ പറയുമ്പോഴത്തേക്കും അല്ല എന്റെ ആന്റി ഓർത്തത് ഒന്നുമില്ല മോളെ, ഞാൻ റിലാക്സ് ആയെന്ന് ഓർത്തതാ. എങ്കിലും ആന്റിയുടെ കഴിവ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു കേട്ടോ. ആന്റി അവിടെ ചെന്ന് എന്ത് വില പേശിയത്, അതുകൊണ്ടല്ലേ ഇതൊക്കെ നമുക്ക് ഇത്ര വില കുറച്ച് കിട്ടിയത്. ഇതിനൊക്കെ ആന്റിക്ക് എങ്ങനെ കഴിയുന്നു? അതാണ് മോളെ സാമർത്ഥ്യം. എനിക്ക് ഭയങ്കര സാമർത്ഥ്യമാ. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ഏതായാലും ആന്റി ഞാനൊരു കാര്യം പറയട്ടെ, ആന്റി ബിസിനസ്സിൽ ഇറങ്ങുകയാണെങ്കിലേ വേറെ ലെവലിൽ എത്തിയേനെ. എനിക്ക് നല്ല കഴിവുണ്ട് മോളെ, നല്ല കഴിവുണ്ട്. അത് പലരും പറഞ്ഞിട്ടുണ്ട്. ബിസിനസ്സൊക്കെ തുടങ്ങുമായിരുന്നെങ്കിലേ എവിടെയോ എത്തിയേനെ. പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ മനുഷ്യൻ കെട്ടിക്കൊണ്ട് വന്നതോടെ തീർന്നില്ലേ മോളെ എന്റെ കഥ. വീട്ടിലിട്ട അടച്ചിട്ട കോഴീനെ പോലെ ആയില്ലേ ഞാന്. ആന്റിയുടെ ഒരു സന്തോഷം അത് കാണാനാണ് എനിക്കിഷ്ടം. ആന്റി വേണമെങ്കിൽ ഇനി നമുക്ക് ബിസിനസ് ഒക്കെ ചെയ്യാം. ഒരു നല്ല ബിസിനസ്സുകാരിയെ നമുക്ക് ഈ സമൂഹത്തിന് വേണമെങ്കിൽ കൊടുക്കാന്നേ. ഇനി പറഞ്ഞിട്ട് എന്താ മോളെ കാര്യം? അതിന്റെ ഒന്നും പുറകെ എനിക്ക് ഇനി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു എങ്കിൽ പിന്നെ അമ്മ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം, അമ്മ ഇവിടെ ഇരിക്കുക. അപ്പം ചന്ദ്രയും പറഞ്ഞു എങ്കിൽ പിന്നെ മോള് ഇവിടെ ഇരിക്കട്ടോ, അല്ല മോള് ഫ്രഷ് ആയിട്ട് വാട്ടോ, ഞാൻ ആഹാരം എടുക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ നമ്മുടെ ശ്രുതി അകത്തേക്ക് കയറി പോയപ്പോഴത്തേക്കും ചന്ദ്ര ഈശ്വര നല്ലൊരു ബിസിനസ്സുകാരിയായിരുന്നല്ലേ ഞാന്, എന്നെ അപ്പൊ സമൂഹത്തിന് നഷ്ടമായി, എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് സ്വയം ഇങ്ങനെ പൊങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്.
നമ്മുടെ ചന്ദ്ര ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന കണ്ട് ശ്രുതി മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. ശ്രുതി ആരാ മോള്, പഠിച്ച കള്ളി തന്നെയാ. സോപ്പിട്ട് ചന്ദ്രനെ ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ചന്ദ്രൻ നേരെ അടുക്കളയിൽ കയറിപ്പോയി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അടുക്കളയിൽ ഒന്നുമില്ല. അടുക്കളയിലെ പാത്രമൊക്കെ മൂടി വെച്ചേക്കുവാണ്. അതൊക്കെ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ അടുക്കളയിൽ ഒരു ഭക്ഷണവും ഇരിപ്പില്ല. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ. കാരണം വിശന്ന് പൊരിഞ്ഞ രണ്ടും കൂടെ കയറി വന്നത്. രേവതിക്ക് വയ്യാഞ്ഞിട്ടാണ് രേവതി ഭക്ഷണമൊന്നും വെക്കാത്തത്. അപ്പൊ ഇത് കണ്ടപ്പോ കലി വന്നിട്ട് ചന്ദ്ര, അത്രയ്ക്കായോ, അവളിപ്പം മനഃപൂർവ്വം ഭക്ഷണം വെക്കാത്തതല്ലേ, എല്ലാം കാലിയായിട്ടിരിക്കുകയാണല്ലോ, സമയം എത്രയായി, ഇനി ഇവൾ ഇതുവരെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ഓ വിശന്നിട്ട് കരിഞ്ഞു പുകയുന്ന മണം വരെ വരുക കുടല്. ഏതായാലും ചെല്ലട്ടെ എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ രേവതിയുടെ റൂമിലേക്ക് ചെല്ലുക. രേവതി എന്ന് പറഞ്ഞോണ്ടാ വിളിച്ച് കാറിക്കൊണ്ട് ചെല്ലുന്നത്. അപ്പം ശ്രുതി ചോദിച്ചു, എന്താ പറ്റിയത് ആന്റി, ഇതുവരെ അവള് ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല, അവളെ ഇന്ന് ഞാൻ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലുകയാണോ. ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയപ്പോഴത്തേക്കും നമ്മുടെ രേവതി കിടന്നുറങ്ങാണ്. രേവതി കിടന്നുറങ്ങുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് പിടിച്ചില്ല. ചന്ദ്ര പറഞ്ഞ് സുഹിച്ച് കിടക്കുകയാണല്ലേ, എണീക്കാനാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ രേവതി അങ്ങോട്ട് മിണ്ടുന്നൊന്നുമില്ല കേട്ടോ. ചെറിയ രീതി ചുമക്കുന്നുമുണ്ട്. അപ്പൊ പറഞ്ഞു, നീ എന്താടി ഭക്ഷണം ഉണ്ടാക്കാതെ ഇവിടെ കിടന്ന് കുരച്ചോണ്ടിരിക്കുന്നത്, നിന്നോട് എണീക്കാനാ പറഞ്ഞത്, ദേ മര്യാദയ്ക്ക് എണീറ്റ് പോയി ഭക്ഷണം ഉണ്ടാക്ക. അത് പിന്നെ അമ്മേ, എനിക്ക് തീരെ വയ്യ അമ്മേ, എനിക്ക് തീരെ സുഖമില്ല. നിനക്കെന്താടി ഇത്ര പെട്ടെന്ന് പറ്റിയത്, നീ എന്താ അഭിനയിക്കുകയാണോ? അല്ലെങ്കിൽ അഭിനയിക്കാൻ നീ കേമിയാണല്ലോ, എനിക്കറിയാടി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അതമ്മേ ഞാൻ അഭിനയിക്കാനോ എന്ന് ചോദിച്ചു. ഏതായാലും നമ്മുടെ രേവതിയെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇനിയിപ്പോൾ വേറൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ രേവതിനെ കൊണ്ട് അവിടെയുള്ള പണിയെല്ലാം ചെയ്യിപ്പിക്കും. നമ്മുടെ സച്ചി വന്ന് നല്ല കീറുകയും ചെയ്യും, ആർക്കിട്ട് ചന്ദ്രക്കിട്ട്. അതൊക്കെ അടിപൊളി വിശേഷമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ട് വരുന്നുണ്ട്, നമ്മുടെ നന്ദയുടെയും ഗൗതമിൻ്റെയും കഥ. അതുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.